അപ്പൊ നമ്മൾ കായക്കൊടിയോട് ചോദിച്ചു, അല്ല കായക്കൊടി, ജിന്നിന്റെ സഹായം തേടിയാ കാഫിറാവുന്നല്ലേ നിന്റെ വാദം? അങ്ങനെയാണെങ്കിൽ സിഹ്ർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ നീ മുശ്രിക്കാവൂലേ? സിഹ്ർ ഫലിക്കുന്ന ആളും പറയുന്നുണ്ട്. ആ ചോദ്യം ഒന്ന് കേട്ടോ, ആകെ മുശ്രിക്കാ, ശിർക്ക് തൊഴിലാളി. മാറ്റുപോയി ചോദ്യം നിനക്ക് വല്ലാത്തൊരു ശിർക്കന്നെ വരെ ശിർക്കിട്ടോ. ചോദ്യത്തിലേക്ക് വരുന്ന ഉപ്പെന്തായിന്നറിയോ? ജബ്ബാർ മൗലവി ഔട്ട്, പിന്നെ ആരാ ഔട്ടായത്? സക്കരിയ സലാഹി ഔട്ട്, പിന്നെ ആരാ ഔട്ടായത്? മിസ്റ്റർ ബാലുശ്ശേരി, ഇവരൊക്കെ ഔട്ടായി. പോരാത്തതിന് ആരും ഔട്ടായി, നമ്മുടെ ഷൗക്കാനി, പിന്നെ ഞങ്ങളുടെ നേതാവായ നബവി ഇമാം. ഇതൊക്കെ മുശ്രിക്കാക്കികൾ തള്ളിക്കളഞ്ഞ അവസാനം അല്ലാഹു അല്ലാത്തവർക്ക് അഭൗതികമായ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടാണല്ലോ ശിർക്ക് ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നത്. അതോടെ നിങ്ങളും മുശ്രിക്കായി. നിങ്ങളെ വാദം അനുസരിച്ച്, ഞങ്ങൾ പറഞ്ഞതല്ല, നിങ്ങളെ വാദം അനുസരിച്ച്. അപ്പൊ അതുകൊണ്ട് ചോദ്യം, അവസാനത്തെ ചോദ്യമാണ്, ഒരു അല്ലാഹു അല്ലാത്ത വേറൊരാൾക്ക് അഭൗതിക കഴിവുണ്ട് നമ്മൾ വിശ്വസിച്ചു, തേടിയിട്ടില്ല, എന്നാൽ അത് ശിർക്കാണോ? അല്ലേ? ശിർക്കാണെങ്കിൽ സിഹ്ർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാവും. സിഹ്ർ ചെയ്താൽ ശിർക്കാണെന്നുള്ള ചർച്ച വേറെ, അത് വേറെ. സിഹ്ർ ഫലിക്കുമെന്ന് വിശ്വസിക്കുമ്പോ അയാൾക്കൊരു അഭൗതിക കഴിവുണ്ട് എന്ന് വരുന്നു. കാരണം അയാൾ മറിഞ്ഞ വഴിക്ക് സഹായം തരാനും ഉപദ്രവിക്കാനും കഴിവുള്ള ആളാണ് നമ്മൾ വിശ്വസിക്കൽ വരുന്നു. ഇത് പിന്നെ ഞങ്ങളെ തെളിവ് പറഞ്ഞിരാൻ എനിക്ക് ഇയാൾക്ക് ഏതാ അവസരം തന്നെ. വിഷയം മനസ്സിലായോ? നമ്മൾ വിശ്വസിക്കാണെന്ന് ഒരു സാഹിർ സീറയുന്നാണ്, അയാൾ സീർ ചെയ്താൽ ഫലിക്കും എന്ന് നമ്മൾ വിശ്വസിച്ചു. സീറയാണെന്ന് പോയിട്ടില്ല, എന്നാൽ തന്നെ കാഫിറാവുന്ന. കാരണം എന്താ? സിഹിർ എന്ന് പറഞ്ഞാൽ ശൈത്താനി ജിന്നിനെ ഉപയോഗിച്ച് ചെയ്യുന്ന പണിയാണ്. അത് ഫലിക്കുമെന്ന് വിശ്വസിക്കുമ്പോ അഭൗതിക മാർഗത്തിൽ വിശ്വാസം വന്നു. അപ്പൊ കായക്കൊടി എന്താ പറഞ്ഞു കേട്ടോ? മറുപടി, വിശ്വസിച്ചാ ശിർക്കാവൂല, തേടിയാലേ ശിർക്കാവൂ. എന്താ ഞങ്ങൾ പറഞ്ഞത്? സിഹിർ ചെയ്യുന്ന ആൾ, അയാൾ ജിന്നിനോട് സഹായം തേടുന്നു, അത് ശിർക്കാണ്, അത് ശിർക്കാണ്. ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ, ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നു, അത് ഉപയോഗപ്പെടുത്തി ആ ജിന്ന് ഏതെങ്കിലും തരത്തിൽ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാൾ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ശിർക്കല്ല. അതാ ഞങ്ങളോട് നേരത്തെ മലക്കാർ ഉദാഹരണം പറഞ്ഞത്. ഖുർആൻ പറഞ്ഞു, ഖുർആൻ പറഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോഴാ തക്ബീർ ഓർമ്മയത്. ഖുർആൻ പറഞ്ഞു മലക്കുകൾ ഇസ്തിഗ്ഫാർ നടത്തും. അയാളെ വാദത്തിന്റെ വൈരുദ്ധ്യം മനസ്സിലായോ? ഇനി ഔദ്യോഗിക വിഭാഗത്തിൽ വരുന്ന ഗ്രൂപ്പിന്റെ പേര് ഇപ്പൊ തന്നെ പഠിച്ചോ, സിഹിർ ഗ്രൂപ്പ്. സക്കരിയ പുറത്തായില്ലേ? അടുത്ത് പുറത്താകാനുള്ള ആളെ പേരാ കായക്കൊടി. അയാളെ വാദം വൈരുദ്ധ്യ, ജിന്നിനോട് സഹായം ചെയ്യാൻ പാടില്ല, പക്ഷേ സിഹിർ ഫലിക്കും. മടവൂരികൾ പറഞ്ഞു സിഹിറും ഫലിക്കൂല, സഹായം ചെയ്യാൻ പാടില്ല. ഒരു കടുത്ത മുനാഫിക്കാണ്. അള്ളാന്റെ റസൂലിന് സിഹിർ ഫലിച്ചു തന്നെ ഓൻ കാഫിറാന്ന വാദം എവിടേക്കാ നിങ്ങൾ കൊണ്ടുപോകുന്നത്? കണ്ടോ? ഇപ്പൊ മുസ്ലിയാക്കന്മാരെ ആഘോഷിക്കാണ് മൂവാറ്റുപുഴ സംവാദം. നിങ്ങൾക്ക് ആഘോഷിക്കാനൊന്നുമില്ല. ഇവർക്ക് പറ്റിയ രണ്ടൂന്ന് പോയത്തം നിങ്ങൾ പൊലിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ഇൻഷാ അല്ലാഹ് ഞങ്ങൾ മൂവാറ്റുപുഴ വന്നിട്ടുണ്ടെങ്കിൽ പൊളിച്ചു തരുന്നുണ്ട്. അത് മുസ്ലിയാക്കന്മാരോട് വേഗം വേർന്ന് പറയാണ്. പക്ഷെ ഇവർക്ക് പറ്റിയ പോയത്തം എന്താ അറിയോ? ഇവർ അബ്ദുസ്സലാം സുല്ലമിയുടെ വാദത്തിന്റെ പകുതിയും എടുത്തു. അന്ന് പകുതിയും കൂടി എടുക്കാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്നാ പറയുന്നത്. കണ്ടോ? സിഹിർ ചെയ്താൽ ശിർക്കാവുന്ന പനിപകാക്കൂടി സ്ഥാപിക്കുന്നത്. സാഹിർ ജിന്നിനെ ഉപയോഗിച്ചാൽ സാഹിർ ശിർക്ക് ചെയ്തു, അതല്ല ഇവിടെ വിഷയം. അഭൗതികമായ നിലക്ക് ഉപദ്രവിക്കാൻ അന്നല്ലാത്തവർക്ക് കഴിയും എന്ന വിശ്വാസമാണ് സിഹിർ ഫലിക്കുമെന്ന വിശ്വാസം. അത് ശിർക്കാണെന്നാ സുല്ലമി പറയുന്നത്, അല്ലേ? അവർക്ക് ഇപ്പൊ നിങ്ങൾ എത്തിയില്ലേ? അഭൗതികമായി സിഹിർ ബാധിക്കുന്നില്ല നിങ്ങളെ വാദം. അപ്പൊ അഭൗതികമായ നിലക്ക് അന്നല്ലാത്തവർക്കും ഉപദ്രവിക്കാൻ കഴിയുന്നല്ലേ? ഉപദ്രവിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കല്ലേ നിങ്ങളെ പുതിയ തൗഹീദ് അനുസരിച്ച് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ 2006 അബ്ദുസ്സലാം സലഫി കൊണ്ടുവന്ന തൗഹീദ് 2012 ഇവർ ഏറ്റെടുത്തു. സാക്ഷാൽ മടവൂരിസം. അതുകൊണ്ടാണ് അവിടെ കുടുങ്ങേണ്ടി വന്നത്. അത് കണ്ടില്ലേ? അവിടെ പറയാൻ കഴിയുന്നില്ലല്ലോ. ഇരിക്കട്ടെ. യഥാർത്ഥത്തിൽ സുഹൃത്തുക്കളെ, ഈ ആരാ ശിർക്കിലേക്ക് പോയത്? ആരാ ശിർക്കൻ വാദത്തിലേക്ക് പോയത്? ഞങ്ങളുടെ പേരിൽ ശിർക്ക് ആരോപിച്ചവർ ഇപ്പൊ പോയി വീണിട്ടുള്ളത് ശിർക്കിന്റെ പടുകുഴിയിലാണ്. ഞങ്ങൾ പഴയ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞ വാദന്തോ അവിടെ ഉറച്ചു നിൽക്കുന്നു. ഞാൻ വിശദമായി സംസാരിക്കുന്നില്ല. ഇനി അടുത്തൊരു വിഷയത്തിലേക്ക് നമ്മൾ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാണ്. അതെന്താണെന്നറിയോ? ഒരു ദുർബലമായ ഹദീത്ത് കൊണ്ടുവന്ന് ചർച്ചയ്ക്ക് വെച്ചു സക്കരിയ സലാഹി. അതുകൊണ്ടാണ് ഈ പ്രശ്നം മുഴുവൻ ഇവിടെ ഉണ്ടായത്. പറഞ്ഞിപ്പോ ലഈഫായ ഹദീത്ത് കൊണ്ട് അമൽ ചെയ്യാന്നാ പറയുന്നത്. പറഞ്ഞിട്ടില്ല. ലഈഫായ ഹദീത്ത് കൊണ്ട് അമൽ ചെയ്യാൻ പാടില്ലെന്ന് ലേഖനം എഴുതുകയും പ്രസംഗിക്കുകയും തബ്ലീഗുകാർക്കെതിരെ സംസാരിക്കുകയും ചെയ്ത ആളാണ് ഞാൻ. എന്നെ കുറിച്ചാണ് ഞാൻ ലഈഫ് കൊണ്ട് അമൽ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ല.
യാ ഇബാദല്ലാഹ് അഈനൂനി, അള്ളാന്റെ അടിമകളെ നിങ്ങൾ എന്നെ സഹായിക്കണേ. വിജനമായ സ്ഥലത്ത് വെച്ച് നിങ്ങളെ വാഹന മൃഗം നഷ്ടപ്പെടുകയോ വഴിതെറ്റുകയോ ചെയ്താൽ ഇപ്രകാരം നിങ്ങൾ വിളിച്ചു പറയണം എന്ന് പറഞ്ഞൊരു ഹദീസുണ്ട്. ആ ഹദീസിനെ കുറിച്ച് മുജാഹിദ് പണ്ഡിതന്മാര് പണ്ടേ പറഞ്ഞിട്ടുള്ള എന്താണെന്നറിയോ? അത് ദുർബലമാണ്. ഇനി സഹീഹാണെങ്കിൽ തന്നെയും അതിലെന്തില്ല, തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ ഇല്ല. ഇത് കണ്ടങ്ങള് ഉമർ മൗലവിയുടെ സൽസബീലാണ് 1971 അവിടെ പയ്യോളിയിൽപ്പെട്ടൊരു മുസ്ലിയാർക്ക് അവിടുത്തെ മുജാഹിദീങ്ങള് ചോദ്യം കൊടുത്തു, മൊയ്യദ്ദീൻസിക്കെ രക്ഷിക്കണേ, ബദ്രീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചു മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ അനുവദനീയമാണോ? അത് ഖുർആനിലെ ഹദീസിൽ വല്ല തെളിവുണ്ടോ? അപ്പൊ മുസ്ലിയാരെ ആ മറുപടിയിൽ മുസ്ലിയാര് കൊടുത്തു, ഇബ്നു സുന്നിയും തബറാനിയും നിവേദനം ചെയ്തൊരു ഹദീസിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ആളില്ലാത്ത വല്ല സ്ഥലത്തും പെട്ടു വല്ല സാധനവും നഷ്ടപ്പെട്ടു പോവുകയും സഹായം ആവശ്യമായി വരികയും ചെയ്താൽ ഓ അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കണേ എന്ന് പറയണം. നിങ്ങൾ കാണാത്ത ചില അടിമകൾ അള്ളാഹുവിനുണ്ട്. അപ്പൊ ഈ ചോദ്യം ഇവരെ ഈ മുസ്ലിയാരെ മറുപടി കിട്ടിയപ്പോ അതവർ സൽസബീലിന് അയച്ചു കൊടുത്തു വയ്യോളിക്കാര്. ഇതിന് ഈ മുസ്ലിയാർക്ക് ഒരു മറുപടി നിങ്ങൾ സൽസബീലിലൂടെ കൊടുക്കണം. അപ്പൊ സൽസബീൽ പത്രാധിപർ ഉമർ മൗലവി അന്ന് മദീനത്തുൽ അറബി കോളേജ് പുളിക്കൽ അവിടെ പഠിക്കുന്ന നമ്മുടെ അബ്ദുറഹ്മാൻ മദനി പാലത്ത് ഇന്നത്തെ KNM-ന്റെ സംസ്ഥാന സമിതിയിലുള്ള ആളാണ്. അയാളെ ഏൽപ്പിച്ചു. അയാളൊരു മറുപടി എഴുതി. എന്നിട്ട് ഉമർ മൗലവി പറഞ്ഞു, ഇത് സൽസബീലിന്റെയും അഭിപ്രായം തന്നെയാണ്. എന്താണ് അബ്ദുറഹ്മാൻ മദനി പാലത്തിന്റെ ഖണ്ഡനം? ഈ ഹദീസ് ബലഹീനമാണെന്നതിൽ തർക്കമില്ല. കാരണം ഇതിന്റെ പരമ്പരയിൽ സയ്യിദ് ബിൻ അലി എന്ന ആൾ റുത്ബയെ കണ്ടിട്ടില്ല. അതിനാൽ സനദ് ഇടമുറിഞ്ഞ നിമിത്തം തള്ളപ്പെട്ടിരിക്കുന്നു. ഹദീസ് ലഈഫാണ് ഒന്നാമത്തെ മറുപടി. രണ്ടാമത്തെ മറുപടി എന്താ? ഇനി ഹദീസ് സഹീഹാണെന്ന് വെറുതെ സങ്കല്പിച്ചാൽ തന്നെയും വാദവിഷയവും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇപ്പൊ ചില ആളുകൾ പറയും ലഈഫാണെന്ന് പറഞ്ഞാൽ പോരെ, പിന്നെ സഹീഹാണെങ്കിൽ തന്നെ എന്തിനാ പറയണത്? സഹീഹാണെങ്കിലും ഒരു തെളിവില്ലാത്തോണ്ട് തന്നെ സഹീഹായ ഹദീസുകളും അവർ തെളിവിന് കൊണ്ടുവരുമല്ലോ. ഇപ്പോ അല്ലാത്ത വിളിച്ചു പ്രാർത്ഥിക്കാൻ പല സഹീഹായ ഹദീസുകൾ കൊണ്ടുവരും, പക്ഷെ വാദത്തിന് തെളിവുണ്ടാവില്ല. അപ്പൊ ലഈഫായ ആണ്, ഇനി സഹീഹാണെങ്കിൽ തന്നെ തെളിവില്ല. കാരണം വാദം എന്താ? മൊയ്തീൻ ശൈഖെ രക്ഷിക്കണേന്ന് വിളിച്ചു പ്രാർത്ഥിക്കൽ, അത് ഇതിലുണ്ടോ? ഇല്ലല്ലോ. എവിടെയെങ്കിലുള്ള ശൈഖിനെ എവിടുന്നെങ്കിലും വിളിക്കൽ, ഏത് ഭാഷയിൽ വിളിച്ചാലും ശൈഖ് കേൾക്കും, ഉത്തരം ചെയ്യും. ദൂരവും പരിധിയൊന്നും പ്രശ്നമല്ല. അതിനുള്ള തെളിവ് ഇതിലുണ്ടോ? ഇല്ല. കേട്ടോളൂ. അപ്പോൾ ജനനിബിഡമായ ഒരു പ്രദേശത്ത് വെച്ച് മൊയ്തീൻ ശൈഖിനെ വിളിച്ചു തേടാൻ എന്തൊരു വെളിച്ചമാണ് ഈ ഹദീസിൽ ലഭിക്കുന്നത്? സഹായിക്കാൻ ആരെയും കാണാതെ അത്യധികം വിഷമത്തിലകപ്പെടുന്ന സമയത്ത് യാ ഇബാദല്ലാഹ് എന്ന് വിളിച്ചാൽ അള്ളാഹുവിന്റെ മലക്കുകളും ജിന്നുകളും ആ ഗതിമുട്ടിയ മുഅ്മിനെ സഹായിക്കാൻ വന്നെത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഇതാണ് ഹദീസിലെ ഉപദേശം. കണ്ടോ? 1971 എഴുതാ ഗതിമുട്ടിയ മുഅ്മിനെ വിജനമായ സ്ഥലത്ത് സഹായിക്കാൻ ആര് വരും? ജിന്നുകൾ വരും, മലക്കുകൾ വരും. അപ്പൊ സക്കരിയ സലാഹി കൊണ്ടുവന്നതാ. എനിക്കന്ന് 5 വയസ്സാ കൂട്ടരെ. ഞാൻ തിരുവിൽക്കാട്ട് പോയിട്ട് മുറലിനോട് പറഞ്ഞാൽ പുളിക്ക പോയിട്ട് പറഞ്ഞതാ, ടൗസർ കൊടുത്ത് പോയാണ്ട് ഇതൊന്ന് എഴുതണമെന്ന്. എന്തായി പറയണേ? പച്ച കളവ് കുറച്ച് യോജിക്കണത് പറയണ്ടേ? ഉമർ മൗലവി 71 എഴുതിയത് ഞാൻ പറഞ്ഞിട്ടാ. കണ്ടോ? ഇനി കേട്ടോളൂ. ഈ ഹദീസിനെ അടിസ്ഥാനമാക്കി ആരെങ്കിലും മൊയ്യദ്ദീൻ ശൈഖെ എന്നെ രക്ഷിക്കണമെന്ന് വിളിച്ചു തേടിയാൽ അവനെ സഹായിക്കാൻ ആരും എത്തുകയില്ലെന്ന് മാത്രമല്ല, അവൻ അതുമൂലം കാഫിറായി പോകും. ഒരു സിദ്ധിയുടെയും പേരെടുത്ത് തേടുവാൻ ഇവിടെ ഉപദേശിച്ചിട്ടില്ല. നമ്മുടെ ഒരാൾ മരണം ആസന്നമായ അവസ്ഥയിൽ കിടക്കുന്നു. അദ്ദേഹം കുറച്ചുനാൾ കൂടി ജീവിച്ചിരുന്നാൽ വളരെ കാര്യമുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട അസ്രായീൽ എന്ന മലക്കെ ആ ആളുടെ റൂഹിനെ പിടിക്കൽ കുറച്ചു കാലത്തേക്ക് നീട്ടിവെക്കണേ എന്ന് അപേക്ഷിക്കാമോ സുന്നി മുസ്ലിയാക്കളെ? അപ്പൊ മലക്കുകളോട് പ്രാർത്ഥിക്കാം എന്നതിനില്ല, അതിനെതിർക്കുക ചെയ്യുന്നത്. ജിന്നുകളോട് പ്രാർത്ഥിക്കാന്നില്ല. അപ്പൊ പ്രാർത്ഥന അല്ലാത്തൊരു തരം തേട്ടേ അവിടെ ഉള്ളൂ. ഗതിമുട്ടിയ മുഅ്മിനെ വിജനമായ സ്ഥലത്ത് ജിന്നും മലക്കും സഹായിക്കും എന്നേ ഹദീസിലുള്ളൂ. നിങ്ങളെ വിളിക്ക് തെളിവില്ലാതെ 71 എഴുതി. ഇനി 1980-കളിൽ ഇത് ശബാബിന് ചോദ്യം വന്നു. ഒരു മുസ്ലിയാർ ഇങ്ങനെ പ്രസംഗിക്കുന്നുണ്ട്, യാ ഇബാദല്ലാഹി അഈനൂനി. അപ്പൊ എന്താ മറുപടി കൊടുത്തത്? വിജനമായ സ്ഥലത്ത് ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകൾക്കും മലക്കുകൾക്കും അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ചോദിച്ചാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവതല്ല. ആര് കൊടുത്തു? ചെറിയമുണ്ട മറുപടി കൊടുത്തു. KP ഉള്ള കാലത്ത് അത് 80-കളിലത്.
അപ്പൊ നോക്കി നിങ്ങൾ, ഈ രൂപത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കലുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാനല്ല കൊണ്ടുവന്നത്. ഈ ഹദീസ് 1200 കൊല്ലം മുമ്പ് മുസന്നഫ് ഇബ്നു അബീ ശൈബ എന്ന ഗ്രന്ഥത്തിലുണ്ട്, അബൂ യഅലയുടെ മുസ്നദിലുണ്ട്, തൊബറാനിയുടെ മുഅ്ജമുൽ കബീറിലുണ്ട്, ബൈഹഖിയുടെ അൽ-ആദാബിലുണ്ട്, ഇബ്നു സുന്നയുടെ അമലുൽ യൗമി വൽ ലൈലയിലുണ്ട്. ഇതൊക്കെ അഹ്ലു സുന്നത്ത് അംഗീകരിക്കുന്ന ഹദീസിന്റെ കിതാബുകളാണ്. സനദിന്റെ രൂപത്തിൽ നോക്കുമ്പോൾ അത് ദുർബലതയുണ്ട്. ബസ്സാറിന്റെ മുസ്നദിലുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ കൊണ്ടുവന്നതല്ല. ഇത് കൊണ്ടുവന്നത് അള്ളാഹു അല്ലാത്ത വിളിച്ചു തേടാൻ വേണ്ടി സമസ്തക്കാർ കൊണ്ടുവന്നതാണ്, സൂഫികൾ കൊണ്ടുവന്നതാ, ഷിയാക്കൾ കൊണ്ടുവന്നതാ. അപ്പൊ അഹ്ലു സുന്നത്തിന് മറുപടി കൊടുത്തു. ഒന്ന്, അത് ലഈഫാണ്. രണ്ട്, സഹിയാണെങ്കിൽ തന്നെയും പ്രാർത്ഥന അതിനില്ല. 2004 മണ്ണാർക്കാട് വെച്ച് സംവാദം നടന്നു, നമ്മളും ഇവിടുത്തെ സമസ്തക്കാർ, AP സമസ്തക്കാരും തമ്മിൽ. അന്ന് KJU-വിനെ പ്രതിനിധീകരിച്ച് സംസാരിച്ചത് ഞാനാണ്. അന്ന് ഈ വിഷയം ചോദിച്ചു. അന്ന് ഞാൻ കൊടുത്ത മറുപടി ഒന്ന് കേട്ടോളൂ. ൊന്നും ഇവിടെ നടക്കൂല. ഞങ്ങളുടെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇവിടെ 19 കൊല്ലമായി നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ നാട്ടിലെ മുസ്ലിമീങ്ങളെ ബഹുദൈവ വിശ്വാസത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദൈവ വിശ്വാസികളായ മുസ്ലിം സമുദായത്തിൽ ശിർക്ക്, ബഹുദൈവ വിശ്വാസം പ്രചരിപ്പിച്ച് നേരത്തെയും മുറൂസും മൗലിദും നടത്തി ഒരുപാട് ശിർക്ക് പ്രചരിപ്പിക്കുന്നു. അതിന് തെളിവുണ്ടാക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആനെ നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിങ്ങളോട് ഈ വക ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇപ്പോഴും മൂപ്പർക്ക് റസൂലുള്ളാഹിന്റെ സാന്നിധ്യത്തിൽ വെച്ച് സാധിച്ചത് പറയാൻ കഴിഞ്ഞിട്ടില്ല. പഴയത് ആവർത്തിച്ച് റസൂലുള്ളാഹിന്റെ സദസ്സിൽ വന്നിട്ട് ഒരു കണ്ണുപൊട്ടൻ പറയാണ്, യാ മുഹമ്മദ് ഇന്നി തവജ്ജഹ്തു ബിക. മുമ്പിൽ നിൽക്കുന്ന നബിയോട് പറയാണ്, മുഹമ്മദ് നബിയെ, നിങ്ങളെ കൊണ്ട് ഞാൻ അള്ളാഹുവിലേക്ക് മുന്നിടുന്നു, പ്രാർത്ഥിക്കാൻ നബിയോട് ആവശ്യപ്പെടുന്നു. നബി പ്രാർത്ഥിക്കുന്നു. അത് തർക്കമുള്ള വിഷയമല്ല, അത് തവസ്സുലാണ്. തവസ്സുലല്ല ഇവിടുത്തെ ചർച്ചാ വിഷയം. വ്യവസ്ഥ ഒന്ന് വായിച്ചു നോക്കണം. വ്യവസ്ഥയിൽ പറഞ്ഞിട്ടുണ്ട്, വ്യവസ്ഥയിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? പ്രാർത്ഥനയുടെ പര്യായമായ സഹായം തേട്ടം, അല്ലാതെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്ന തവസ്സുല അവിടെ. ഹദീസുള്ളത് യാ മുഹമ്മദ് ഇന്നി തവജ്ജഹ്തു ബിക, മുന്നിലുള്ള നബിയോട് പറയുകയാണ്, നബിയെ, നിങ്ങളെ കൊണ്ട് ഞാൻ മുന്നിടുന്നു. അപ്പൊ മുന്നിലുള്ള റസൂലുള്ളാഹിനോട് പറഞ്ഞല്ല, അസാന്നിധ്യത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസാന്നിധ്യത്തിൽ വെച്ച് പറഞ്ഞത്. അതാണ് ഇവിടെ തെളിയിക്കേണ്ടത്. പിന്നെ യാ ഇബാദല്ലാഹി അഗീസൂനി എന്ന് കൽപ്പനയുണ്ട്. അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ എത്തിപ്പെട്ടാൽ, നമ്മൾ രണ്ടാമത്തെ പ്രമാണം എഴുതുമ്പോ സഹീഹായ ഹദീസ് എന്നൊരു നിബന്ധന വെച്ചിട്ടുണ്ട്. അതെന്തിനാരിയോ? ഇതുപോലുള്ള ദുർബല ഹദീസുകൾ നിങ്ങൾ ഇവിടെ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയാണ്. ദുർബലമാണ് ഹദീസ്. അതിന്റെ ദുർബലത ഹദീസ് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും വസ്തു നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ, ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾ ഒഴിഞ്ഞ സ്ഥലത്ത് എത്തിപ്പെട്ടാൽ അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കണം. അത് ഏതെങ്കിലും പ്രത്യേക ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പറയുന്ന ഒരു സംഗതിയല്ല, തർക്കത്തിലുള്ള ഇസ്തിറാദയല്ല. ഒരു വിജനമായ സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടാൽ നമ്മളെ വിളി കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടാകുമെന്ന ഉദ്ദേശത്തോടെ ഒരാൾ വിളിച്ചു പറയുന്നതാണ് ഇബാദല്ലാഹി അഗീസൂനി എന്ന്. വിളിച്ചു പറയുന്നത് ഇവർക്ക് മനുഷ്യരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സഹായിക്കട്ടെ, അതല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള അദൃശ്യ ശക്തികളായ മലക്കുകളോ മുസ്ലിം ജിന്നുകളോ സഹായിക്കട്ടെ എന്നതാണ്. അതാണ് ഇവിടെ യഥാർത്ഥ തർക്കത്തിലുള്ള വിഷയവുമായി ബന്ധപ്പെട്ടതല്ല. നേരെ മറിച്ച് ആ സന്ദർഭത്തിൽ നിങ്ങൾ വൈദ്യുതിയെ രക്ഷിക്കണേ എന്ന് വിളിക്കണതാണെങ്കിലോ അത് ശിർക്കാണ്. അത് നിങ്ങളെ തെളിവ് കൊണ്ടുവരേണ്ടത്. ഇത് ദുർബലമായ ഹദീസാണ്, സഹിഹായ ഹദീസാണ് തെളിവ് ധരിക്കേണ്ടത്. സഹി ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് തെളിവില്ല, തർക്കത്തിരിക്കുന്ന വിഷയത്തിന് അതിൽ തെളിവില്ല. പിന്നെ എന്റെ ഒന്നാമത്തെ ചോദ്യത്തിന്റെ സമദീയത്തുമായി 2004 അനീഫ് കായക്കോടിന്റെ അവിടെ, മജീദ് സലാഹുണ്ട്, ചിരിയും ഫിറ്റിയുടെ ഇരിക്കുന്നത്, ഫൈസൽ മുസ്ലിയാരുണ്ട്, ഷാബി സലാഹുണ്ട്, അംസബാക്കവുണ്ട്, എല്ലാരും ഉണ്ട്. ഈ മറുപടി തെറ്റാണെന്ന് പറഞ്ഞോ? അദൃശ്യ സൃഷ്ടികളായ ജിന്നുകളുണ്ടെങ്കിൽ അവർ കേൾക്കട്ടെ, മലക്കുകളുണ്ടെങ്കിൽ അവർ കേൾക്കട്ടെ എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. അവിടെ പ്രാർത്ഥനയില്ല, നമ്മൾ തമ്മിൽ തർക്കത്തിലുള്ള ഇസ്തിഗാസയില്ല. 2004 കഴിഞ്ഞ് 8 കൊല്ലം കഴിഞ്ഞു. ഈ 8 കൊല്ലത്തിനിടയ്ക്ക് ആരെങ്കിലും നമ്മുടെ നേതാക്കന്മാർ പലരും മണ്ണാർക്കാട് സംവാദത്തിന്റെ പേരിൽ എന്നെ പ്രശംസിക്കുകയും അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരാരും സക്കരിയ യാ ഇബാദല്ലാഹി അഗീസൂനി എന്നതിന് നീ കൊടുത്ത മറുപടി ശരിയായില്ല എന്ന് പറഞ്ഞിട്ടില്ല. അവിടെ ജിന്നും മലക്കും പറഞ്ഞത് ശിർക്കൻ വാദമാണെന്ന് പറഞ്ഞിട്ടില്ല. ഈ ഹനീഫ പറഞ്ഞിട്ടില്ല. ഹനീഫ കായക്കൊടി അന്ന് മണ്ണാർക്കാട് സംവാദം കഴിഞ്ഞ് ഒമാനിലേക്ക് പോകുക ചെയ്ത് ഒമാനിലെ പ്രമുഖനായ ഒരാളോട് പറഞ്ഞത് സക്കരിയ സലാഹിയുടെ ദീർഘായുസിന് വേണ്ടി നമ്മളൊക്കെ ദുആ ചെയ്യണം. ഇന്ന് മണ്ണാർക്കാട് വമ്പിച്ച അത്ഭുതമാണ് നടന്നത്. അള്ളാഹുവിന്റെ മഹത്തായ സഹായം നമുക്കുണ്ടായി. ഖുബൂരികൾ കൊണ്ടുവന്ന സമദിയത്ത് തകർന്നടിഞ്ഞു. എല്ലാവരും പറഞ്ഞ കാര്യം അത്. അത്രമാത്രം എന്റെ സഹോദരൻ സത്യസന്ധമായി ഈ വാദവുമായി ഞങ്ങൾ എത്രയോ വാദപ്രതിവാദികൾ ബന്ധപ്പെട്ടവരാ. ഇപ്പൊ കൽപ്പിച്ചു കൂട്ടിയ ഒരു കോക്കസിന്റെ കൂടെ ചേർന്ന് കള്ളാരോപണം നടത്തുകയാണ്, യാതൊരു ആത്മാർത്ഥതയുമില്ലാതെ. അന്ന് ഞാൻ പറഞ്ഞ മറുപടി അത് തന്നെയാണ് 2009 അബ്ദുറഹ്മാൻ സലഫിയും പറഞ്ഞത്. അബ്ദുറഹ്മാൻ സലഫി 2009 ജിദ്ദയിൽ ചെന്നപ്പോ ഈ വിഷയം ഊതി വീർപ്പിച്ച് മടവൂർ വിഭാഗം പ്രശ്നമുണ്ടാക്കിയപ്പോ ഒരു പ്രവർത്തകനെ കൊണ്ട് സെന്ററിന്റെ ആളുകൾ ചോദിപ്പിച്ചു. അയാൾ മറുപടി കൊടുത്തു. അത് കേട്ടോളൂ നിങ്ങൾ.
എൻ്റെ പേര് അബ്ദുറഹ്മാൻ, തിരുവനന്തപുരം സ്വദേശിയാണ്. എനിക്ക് 2 ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. അത് മറ്റ് 2 പേരുടെ ചോദ്യങ്ങളാണ്. ധൈര്യമുണ്ടെങ്കിൽ ഈ സദസ്സിൽ ചോദിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുകയും എന്നാൽ ഇവിടെ വരാൻ ധൈര്യം കാണിക്കാതിരിക്കുകയും ചെയ്ത 2 പേരുടെ 2 ചോദ്യങ്ങളാണ്. അതായത് ഇപ്പോ സലഫി സൂചിപ്പിച്ചതുപോലെ ഷിർക്കിന്റെ ഒരുപാട് വശങ്ങൾ പറയുകയുണ്ടായി. അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നും, എന്നാൽ ആ പ്രാർത്ഥന നേർച്ച മറ്റുള്ളവരോട് അർപ്പിക്കാൻ പാടില്ല എന്നും, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആണ് ചെയ്തതെങ്കിൽ പോലും അത് അള്ളാഹു ഒരിക്കലും പൊറുക്കില്ല എങ്കിൽ KNM അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം തന്നെ അത് ചെയ്യുകയാണെങ്കിൽ അള്ളാഹു ഒരിക്കലും പൊറുക്കില്ലല്ലോ. വിഷയം പറയാൻ കാരണം, വിജനമായ സ്ഥലത്ത് വെച്ച് ആരെങ്കിലും ഒരാൾ അള്ളാഹുവിന്റെ അടിമകളെ, അത് ജിന്നാകട്ടെ മലക്കാകട്ടെ ആരും ആയിക്കോട്ടെ, എന്നെ സഹായിക്കൂ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാകുകയില്ല എന്ന് മുജാഹിദിന്റെ നേതാവ് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ വിവരിച്ചു എന്നും, മാത്രമല്ല അത് ഇബ്നു കസീർ അല്ലേ എന്ന് പറഞ്ഞ് തള്ളാൻ കഴിയില്ല, ഇസ്ലാഹിൽ തന്നെ അത് പരാമർശിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. സത്യത്തിൽ ഇതിന്റെ എന്താണ് അടിസ്ഥാനം? ഇതിൽ ശിർക്കുണ്ടോ? എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ചോദിച്ചത് കേട്ടില്ലേ? വിജനമായ സ്ഥലത്ത് വെച്ച് യാ ഇബാദല്ലാഹ് അഈനുനി, അള്ളാന്റെ അടിമകളെ എന്നെ സഹായിക്കണേ, അത് ജിന്നാകട്ടെ മലക്കാകട്ടെ ആരാകട്ടെ, അങ്ങനെ വിളിച്ചു പറഞ്ഞാൽ അത് ശിർക്കാവുകയില്ല എന്ന് ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു കസീർ മാത്രമല്ല, ഇസ്ലാഹി മാസികയിൽ വന്നിട്ടുണ്ട്. അപ്പൊ എന്താ ആ വിളിയിൽ ശിർക്കുണ്ടോ? മറുപടി കേട്ടോളൂ. യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് വിജനമായ സ്ഥലത്ത് ഒരാളും രക്ഷിക്കാൻ ഇല്ല എന്ന് തോന്നുന്ന സ്ഥലത്ത് ഒരാള് വിളിച്ചു തേടാമോ എന്നതാണ് പ്രശ്നം. അങ്ങനെ ഒരു ഹദീസ് വന്നിട്ടുണ്ട് എന്നാണ് പ്രസ്തുത റിപ്പോർട്ട്. ആ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞാൽ ആരാ? മരിച്ചുപോയ ആളുകളോട് സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ്. ജീവിച്ചിരിപ്പുള്ളവരോടും ദുആ ചെയ്യുന്നത് ശിർക്കാണ്. മനുഷ്യരല്ലാത്തവരോട് ദുആ ഇസ്തിഗാസ ചെയ്യുന്നത് അതും ശിർക്കാണ്. ആകാശമാവട്ടെ, ഭൂമിയാകട്ടെ, നക്ഷത്രങ്ങളാകട്ടെ, സമുദ്രമാകട്ടെ, കല്ലാകട്ടെ, ഖബറാകട്ടെ, മരിച്ച മനുഷ്യരാകട്ടെ, ജീവനുള്ള മനുഷ്യരാകട്ടെ, ദുആയാണോ അത് അല്ലാഹു അല്ലാത്തവരോട് ചെയ്യുന്നത് ശിർക്കാണ്. അപ്പൊ റസൂലുള്ള ഒരിക്കലും ദുആ യാ ഇബാദല്ലാഹ് എന്ന് പറയുന്നത് അവരോടുള്ള ദുആ ആയിക്കൊണ്ട് ചെയ്യാൻ പഠിപ്പിക്കും എന്ന് വിശ്വസിക്കാൻ നിർവാഹമില്ല. നബി ഒരിക്കലും അത് ചെയ്തിട്ടില്ല, ചെയ്യാൻ പാടില്ല, ചെയ്യുന്നത് ശിർക്കാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഒന്നാമത്തെ മറുപടി അതാണ്. എന്ത്? ഇത് ദുആ അല്ല. ദുആ ആണോ ശിർക്കാണ്. അത് മരിച്ചവരാകട്ടെ, ജീവിച്ചവരാകട്ടെ, കല്ലാകട്ടെ, ഖബറാകട്ടെ. അപ്പൊ റസൂൽ ഒരിക്കലും അള്ളാന്റെ അടിമകളെ എന്ന് പറഞ്ഞ അള്ളല്ലാത്തവരെ വിളിച്ച് ദുആ ചെയ്യാൻ റസൂൽ പഠിപ്പിക്കോ? ഇത് ഹദീസല്ലേ? അപ്പൊ ഒരിക്കലും പഠിപ്പിക്കൂല. അതുകൊണ്ട് ഇതിൽ ദുആ ഇല്ല. കേട്ടോളൂ. രണ്ടാമത്തേത്, ഈ റിപ്പോർട്ടിന്റെ സനദ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ മുതൽക്ക് അൽബാനി അടക്കമുള്ള ആളുകൾ വിശകലനം ചെയ്യുകയും അതിന്റെ സനദിന്റെ ന്യൂനത അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇത് നേർക്കുനേരെ നമ്മൾ എടുത്താൽ തന്നെ ഇവിടുത്തെ പ്രശ്നം എന്തുള്ളൂ എന്നറിയോ? ഒരു വിളിച്ചു പ്രാർത്ഥനയല്ല. പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത്, വിജനമായ ഒരു സ്ഥലത്ത് ചെന്നുപെട്ടാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോ മണ്ടിയരിയോ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരു ശൈലി ഞങ്ങളെ മലപ്പുറം ഭാഗത്തൊക്കെ ഉണ്ട്. ചിലപ്പോൾ ആ വാക്കിന് പകരം വേറെ വാക്കായിരിക്കും വേറെ സ്ഥലത്തുണ്ടാകുക. ഇത് ആരോടാ? മരിച്ചുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ? അല്ല, എന്റെ വിളി കേൾക്കുന്നിടത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അത് കേട്ട് എന്നെ സഹായിക്കട്ടെ എന്നുള്ള നിലക്കാണ്. അത് ശിർക്കിലേക്ക് പോകുന്ന വിളിയല്ല. അത് ശിർക്കിലേക്ക് പോകുന്ന വിളിയല്ല. എത്രയേ ഉള്ളൂ, ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് വല്ല സഹായം ആവശ്യമാകുമ്പോ മണ്ടിയേരിയോ എന്നറിയും മലപ്പുറത്ത് ഓടി വരണേ വിളിച്ചു പോവുകയാണ്. ആരും കാണുന്നില്ല, ഉണ്ടെങ്കിൽ കച്ച കെട്ടാ വരട്ടെ. ആ വിളി ശിർക്കിലേക്ക് പോണ വിളിയാണോ? അല്ല. അത് ജായിസായ സാധാരണ അനുവദിക്കപ്പെട്ടൊരു വിളിയാണ്. അതുപോലത്തെ ഒരു വിളിയുള്ളൂ. മൂപ്പര് പറഞ്ഞ് ഈ ഹദീസിന്റെ ന്യൂനത പലരും പറഞ്ഞിട്ടുണ്ട്. ന്യൂനത പറഞ്ഞ് നിർത്തിയാ പോരെ, പിന്നെന്തിനാ ബയാൻ ചെയ്യണത്? ഇപ്പൊ ഇവര് പറയാ ചത്ത പോത്താണെങ്കിൽ പിന്നെ അത് കുറുമ വെക്കാൻ പറ്റുമോ, കറി വെക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കണോ. ഇപ്പൊ ഇയാള് ചത്ത പോത്തിന് കുറുമ വെക്കുക. അത് ആരെ ഭാഷയാണ്? EK പന്നൂരിന്റെ ഭാഷ. നമ്മൾ പറഞ്ഞു ഹിന്ദി മാഷല്ലേ പന്നൂര് മാഷേ, അത് ജീവുള്ള പോത്താണെങ്കിലും കുറുമക്ക് പറ്റൂല. അത് സഹീഹാണെങ്കിലും ഇസ്തിഹാദക്ക് തെളിവില്ല.
അത് ജീവണ്ട് എന്ന് ഇപ്പൊ ഖുറാഫികൾ തെളിയിച്ചാലും കുറുമക്ക് പറ്റൂല, പൊരിക്കാനും പറ്റൂല, അത് കുഴിച്ചിടാനേ പറ്റുള്ളൂ. ഇത് പേപ്പട്ടി അടിച്ച പോത്താ, മനസ്സിലായില്ലേ? അപ്പോ അദ്ദേഹം പറഞ്ഞു എന്ത്, അതൊരിക്കലും തന്നെ ഈ പറഞ്ഞ വിളി അതിലില്ല, പ്രാർത്ഥന അതിലില്ല, ശിർക്കിലേക്ക് പോകുന്നൊരു വിളിയില്ല. ആളില്ലാത്ത സ്ഥലം വണ്ടിയേരിയോ എന്ന് പറഞ്ഞ മാതിരത്തെ ഒരു വിളിയാണ്. ഇപ്പൊ ഇയാൾ പറഞ്ഞ കള്ള ഹദീസ്, ഷിയാക്കൾ ഉണ്ടാക്കിയ ഹദീസ്, ജൂത സൃഷ്ടി ഒക്കെ പറഞ്ഞോ. 2009 ഈ ഇലക്ഷൻ ആവശ്യമല്ല, അന്ന് ഹക്ക് പറയണമെന്നേ ഉള്ളൂ. അപ്പൊ പറഞ്ഞു ഇപ്പൊ ഇലക്ഷൻ ആവശ്യ. ഇത്ര മാത്രമാണ് ആ റിപ്പോർട്ടിലുള്ളത്. ഇനി അതിന്റെ സനദിന്റെ വിശദാംശത്തിലേക്ക് പോകാതെ തന്നെ അത് എടുത്താൽ ഇത്രയേ അതിലുള്ളൂ. അതിലൊരു അപാകത ഒരാൾക്കും കാണാൻ കഴിയില്ല. അതിലൊരു അപാകത ആർക്കും കാണാൻ കഴിയില്ല. സനത് നോക്കന്നെ വേണ്ട, സഹിയാകട്ടെ ലൈഫ് ആകട്ടെ, നേർക്കുനേർ അതിന്റെ മത്തിന് മാത്രം എടുത്താൽ അതിലൊരു അപാകത ആർക്കും കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അതാണ് അമൽ ചെയ്യാന്നപ്പോ വരുന്നത്. അപാകത കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? അത് ചെയ്യുന്നോണ്ടൊരു കുഴപ്പമില്ല. ഈ വിളിയോട് വണ്ടിയേരിയോ എന്നുള്ള വിളിയോ വല്ല അപാകതയുണ്ടോ? അതുപോലത്തെ ഒരു വിളിയാണ്. ബാക്കി കേട്ടോളൂ. അപ്പൊ ഇങ്ങനെ വിജനമായി കിടക്കുന്ന സ്ഥലത്ത് നമുക്കറിയോ അവിടെ ആരെങ്കിലും മനുഷ്യന്മാരും ഇല്ല, അവിടെ ജിന്നുകൾ മാത്രമേ ഉള്ളൂ. അപ്പം വിജനമായി കിടക്കുന്നിടത്ത് ഇത് ജിന്നാണ് എന്ന് സമർത്ഥിച്ചുകൊണ്ടത് ജിന്നിനോടുള്ള പ്രാർത്ഥനയാണ്, അപ്പൊ അങ്ങനെ ചെയ്യുന്നത് ശിർക്കാണ് എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ജിന്ന് അവിടെ മാത്രമേ ഉള്ളൂ, വേറെ എവിടെയില്ല എന്ന് പറയാൻ പറ്റുമോ? ആർക്കാണ് ജിന്നുള്ള സ്ഥലം ഇന്നടത്ത് എന്ന് നിർണ്ണയിക്കാൻ പറ്റുക? പൊതുവെ അവര് ഇന്നിടങ്ങളിലൊക്കെ ഉണ്ടാവാം എന്നുള്ള ഒരു നിലപാടല്ലാതെ ഇപ്പൊ സൗദി അറേബ്യയിൽ മനുഷ്യൻ താമസിക്കുന്ന സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ അത് കൃത്യമായിട്ട് താമസിക്കുന്ന സ്ഥലം, വീട് നമ്പർ, അതേപോലെ തന്നെ പിന്നെ ഫ്ലാറ്റുകള്, പിന്നെ ബാച്ചിലേഴ്സ്, ഫാമിലികള്, പിന്നെ കോട്ടേജുകള്, അതേപോലെ കൊട്ടാരങ്ങള്, ഇതൊക്കെ ഉള്ള സ്ഥലങ്ങള് എവിടെയെന്നുള്ളതൊക്കെ മാർക്ക് ചെയ്ത് കാണിക്കാൻ പറ്റും. മറ്റേതാർക്കെങ്കിലും ഇവിടെ കാണിക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ അത് ഇന്ന സ്ഥലത്ത് ചെന്നിട്ട് അവിടുന്ന് ഇങ്ങനെ വിളിച്ചാൽ അത് അവർ തന്നെയാണ് എന്ന് ഒരു തീരുമാനത്തിലെത്തിയിട്ട് ഇത് അവരോടുള്ള തേട്ടവുമാണ്, അതുകൊണ്ട് അത് ശിർക്കുമാണ് എന്ന് പറയുന്നതിന് എന്തില്ല, യാതൊരു അടിസ്ഥാനവും യഥാർത്ഥത്തിലുള്ള ഇത് അവരോടുള്ള പ്രാർത്ഥന അല്ല എന്നാണ് ഞാൻ തീർത്തു പറയുന്നത്. അവരോടുള്ള പ്രാർത്ഥന അല്ല എന്നാണ് ഞാൻ തീർത്തു പറയുന്നത്. 2009 മൂപ്പര് തീർത്തു പറഞ്ഞാണ്. ഇപ്പൊ തീർത്തിമെന്നു പോന്നു. കേന്ദ്രം ഇലക്ഷനില് ആവശ്യം വന്നു, പൊളിറ്റിക്സ് ആവശ്യം വന്നു, ചേരിതിരിക്ക് ആവശ്യം വന്നു. അപ്പൊ പറഞ്ഞത് പ്രാർത്ഥന ആണ് അല്ല എന്ന് പറഞ്ഞ ഒക്കെ പുറത്താക്കുന്നു. അതാണ് പ്രാർത്ഥന അല്ല എന്ന് ഞാൻ തീർത്തു പറയുന്നു എന്നാണ്. അത് മാറിപ്പോ ഇപ്പൊ പറയും ഇബാദുല്ലാഹ് എന്ന് വിളിച്ചത് പ്രാർത്ഥനയാണ്, ശിർക്കാണ്. കണ്ടങ്ങള് നിങ്ങൾ ഇതിന്റെ മാറ്റം ഒന്ന് മനസ്സിലാക്കി. ഈ സീഡ് ഇപ്പോഴും പിൻവലിച്ചിട്ടില്ല. ഈ മനുഷ്യൻ ജീവിച്ചിരിക്കണം. അയാൾ തൗബ ചെയ്തണോ? അയാൾ വിചിന്തനത്തിൽ ലേഖനം ചെയ്തോ? ഞങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ തൗബയും ലേഖനത്വം ഒക്കെ, ഇയാൾക്കെല്ലാം ഉണ്ടാവും. ഒക്കെ ഞമ്മലല്ലേ, അയാം ദ സ്റ്റേറ്റ് അല്ലേ. പോട്ടെ. പിന്നെ ഇവിടെ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു വിഭാഗം മാത്രമാണ് എന്ന് പരിമിതപ്പെടുത്താൻ ഒരു റിപ്പോർട്ട് അങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ വേറെ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞ പദപ്രയോഗം അള്ളാന്റെ അടിമകളെ എന്ന് പറഞ്ഞാൽ അത് ഇവർ മാത്രാണ് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് പരിമിതപ്പെടുത്താൻ കഴിയില്ല എന്നാണ്. മലായികത്താണ് എന്ന് വന്ന റിപ്പോർട്ടുകളുണ്ട്, ജിന്നും അതിൽ ഉൾപ്പെടും എന്ന റിപ്പോർട്ടുകളുണ്ട്. അറിയാത്ത മനുഷ്യന്മാരെ ഉദ്ദേശിച്ചുകൊണ്ടും യാ ഇബാദല്ലാഹ് എന്ന് വിളിക്കാം എന്നതിലും പക്ഷാന്തരം ഇല്ല എന്നർത്ഥം. ആ ഒരു ഉദ്ദേശത്തിലാണ് പിന്നെ ഇങ്ങനെ ഒരു ശബ്ദവും കേൾക്കുന്നില്ല, ഒരാളും കാണുന്നുമില്ല, വിജനമായ ഒരു സ്ഥലമാണ്. അവിടെ വെച്ചിട്ട് യാ ഇബാദല്ലാഹ് അഈനൂനി, അള്ളാന്റെ അടിമകളെ എന്നെ സഹായിക്കി എന്ന് പറഞ്ഞ കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാളിൽ നിന്ന് സഹായം ചോദിക്കുന്നത് ഒരു തെറ്റുമില്ല. ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, എന്റെ വിളി കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കുക എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അതിൽ ശിർക്ക് വരുന്നില്ല എന്നർത്ഥം. ശിർക്ക് വരുന്നുണ്ടോന്നാ ചോദ്യം. എന്താ മറുപടി? ശിർക്ക് വരുന്നില്ല. മലായികത്താണ് എന്ന റിപ്പോർട്ടുണ്ട്, ജിന്ന് ഉൾപ്പെടുമെന്ന റിപ്പോർട്ടുണ്ട്, പിന്നെ അറിയാത്ത മനുഷ്യരെ കുറിച്ചും അങ്ങനെ പറയാം. അത് റിപ്പോർട്ടിലല്ല, അത് മൂപ്പര കീശയെന്ന് വക. അറിയാത്ത മനുഷ്യരെ ഉദ്ദേശിച്ച് റിജാൽ ഗൈബ്, അറിയാത്ത മനുഷ്യരവരാണല്ലോ ഖുറാഫികൾക്ക് എണീച്ചെടുക്കുക. അപ്പൊ ജിന്നും മലക്കും ഉൾപ്പെടുന്ന സക്കരിയ പറഞ്ഞല്ല, ആ റിപ്പോർട്ട് തന്നെ ഉണ്ട് എന്നാ ഇയാൾ പറയണത്. ഹദീസിന്റെ റിപ്പോർട്ടുകളിൽ ജിന്നാനുണ്ട്, മലക്കാനുണ്ട്, പിന്നെ അറിയാത്ത മനുഷ്യരെ ഉദ്ദേശിച്ചുകൊണ്ടും പറയാം
അറിയാത്ത മനുഷ്യരെ ഉദ്ദേശിച്ചാണെങ്കിൽ അതുകൊണ്ട് എന്തുള്ളൂ, അവിടെ ഉണ്ടെങ്കിൽ അവർ ഉച്ച കേൾക്കും, നിങ്ങൾ സഹായിക്കട്ടെ എന്നേ ഉള്ളൂ. ഏതായാലും അതിൽ ശിർക്ക് വരുന്നില്ല. ഇനി മൂപ്പര് പറയുന്നത് പിന്നെ ഹാജറ ബീവി സംഭവ. കുട്ടിക്ക് വെള്ളം കിട്ടാത്തപ്പോ സഫയിൽ കയറി, മറുവി കയറി, ഇങ്ങോട്ടോടി അങ്ങോട്ടോടി. 7ാമത്തോട്ടം മറുവിലെത്തിയപ്പോൾ ശബ്ദം കേട്ടു, ആഗീസ് നീ എന്നെ സഹായിക്കും. അപ്പൊ ആ ശബ്ദത്തോട് സഹായിക്കാൻ പറഞ്ഞില്ലേ? ഒന്നുകൂടി ക്ലിയർ ആകാൻ വേണ്ടി മൂപ്പര് അതാ പറഞ്ഞത്. അപ്പൊ അവിടെ എന്താ, ഒച്ച കേട്ടു, ആളെ കാണുന്നില്ല, സഹായം ചോദിച്ചു, ഇവിടെ ആളെ കാണുന്നില്ല, യായ് ബാദ്ലാന്ന് വിളിച്ചു, അവിടെ ഒന്നും പ്രാർത്ഥനല്ല. ഈ നിലപാടാണ് സുഹൃത്തുക്കളെ മുജാഹിദ് പ്രസ്ഥാന നിലപാട്. 2004 ഞാൻ പറഞ്ഞതും 2009 അദ്ദേഹം പറഞ്ഞതും ഒന്ന് തന്നെയാണ്. നമ്മൾ ആ മറുപടിയിൽ ഉറച്ചു നിൽക്കുന്നു. ഇവർ പറയുന്നു അത് മാറണം. അവിടെ ജിന്നും മലക്കും വിചാരിച്ചാൽ തന്നെ ശിർക്കായി. അതിൽ പ്രാർത്ഥന ഇല്ല എന്ന് പറഞ്ഞാൽ മുജാഹിദ് പ്രസ്ഥാനത്ത് പുറത്താക്കും. അവിടെ മനുഷ്യരെയാണ് ഉദ്ദേശിക്കുന്നത്. അന്നൊന്നും സെൽസബിയിൽ കൈ കിട്ടിയിരുന്നില്ല. ഇപ്പൊ സെൽസബിയിൽ കിട്ടിയപ്പോ അതിനും ഉണ്ടായിട്ടില്ല. ഇപ്പൊ എന്താ പറഞ്ഞറിയോ, ഉമർ മൗലവിയോ ഞാനോ ജിന്നുകളെ വിളിച്ച് സഹായം ചോദിക്കാമെന്ന അഭിപ്രായക്കാരനല്ല. പാലത്തിന്റെ കുമ്പസാരം പറയുന്ന കേട്ടോ എന്താ തോന്നുന്നത്, അപ്പൊ ഇവിടെ പലരും ജിന്നെ വിളിച്ച് സഹായം ചോദിക്കാന്ന അഭിപ്രായം. എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? ആ പാലത്ത് മറുപടി എഴുതിയാൽ എന്ത് മറുപടി? മറുപടിയാണത്, മറുപടിയല്ല, മറപിടിക്കുക. അപ്പൊ സുഹൃത്തുക്കളെ, ഇതേ ആശയം നമ്മൾ പറഞ്ഞത് കൊണ്ട് ഇപ്പൊ നമ്മളെ കുറിച്ച് പറഞ്ഞെന്താ അറിയോ, മരുഭൂമി ചെന്നിട്ട് ജിന്നിനെ വിളിക്കാൻ വേണ്ടി കള്ള ഹദീസും പിടിച്ച് കള്ളത്തരം പറഞ്ഞ് നടക്കാണ്. ഇയാളെന്നെ പറഞ്ഞിട്ടോളൂ. ഇതേ മറുപടി നമ്മൾ പറയുന്നതിന്റെ പേരിൽ മരുഭൂമി ചെന്നുപെട്ട ഒരു ജിന്നിനോട് ചോദിക്കാനുള്ള ഒരു കള്ള ഹദീസും പിടിച്ച് കള്ളത്തരം പറഞ്ഞ് മുവഹിദുകളെ ശിർക്കിലേക്ക് കൊണ്ടുപോവുകയാണോ? ഇതാണോ ഹദീസ് പണ്ഡിതന്മാരുടെ പണി? ഏത് ഹദീസാണോ നീ ഓതിയത്? ആരാണോ നിനക്ക് ഹദീസ് പഠിപ്പിച്ചു തന്നത്? മരുഭൂമിയിൽ പോയ ജിന്നിനോട് ചോദിക്കണമെന്ന് എവനാണോ നിന്നെ പഠിപ്പിച്ചത്? ആരാ നിനക്ക് ഹദീസ് പഠിപ്പിച്ചത്? ആ മുഹദ്ദിസിനെ കൊണ്ടുവാ ഇങ്ങോട്ട്. ധൈര്യമുണ്ടെങ്കിൽ കൊണ്ടുവാ ഇങ്ങോട്ട്. ഹദീസ് പഠിപ്പിച്ചു തരാ. ഹദീസ് പണ്ഡിതന്മാരല്ലാത്ത ഞങ്ങളുടെ മുന്നിലേക്ക് വാ. ഇങ്ങനുണ്ട്. സംസ്ഥാന സെക്രട്ടറി ആകാൻ പോണ ആളാണ്. നല്ല ക്വാളിറ്റി ഉണ്ടാവും പ്രസ്ഥാനത്തിന്. കള്ളുഷാപ്പിന്റെ മുമ്പിൽ നിന്നിട്ട് കുടിച്ച് പിപ്പിയായല്ലേ, പാട്ട് പാടാൻ കണ്ട്, ധൈര്യത്തേക്ക് പാടാൻ കണ്ട്. ആരുമില്ലല്ലോ, ആരും ചെല്ലൂല, കള്ളുടിച്ചല്ലേ. എന്നതുപോലെ നട്ട പാതിരാക്കി ഇടവണ്ണ ജാമ്യന്റെ ക്യാമ്പസിൽ നിന്നിട്ട് അലറുകയാണ്. ഞങ്ങൾ ആരോടല്ല, ഞാൻ വീട്ടിലിരുന്ന് കേൾക്കുക, കടവത്തൂരിൽ ഇരുന്നിട്ട് നെറ്റിലിക്കരെ കേൾക്കുകയാണ്. നട്ട പാതിരാക്ക് 12:30 മണിക്ക് ചീറുക. അപ്പൊ ഇത് കേൾക്കുമ്പോ ആളുകൾ സക്കരിയ സലാഹി ശിർക്കിലേക്ക് പോയതിൽ എന്തൊരു രോഷമാണ്. ഇത് അഭിനയിക്കാണ്. കാരണം എന്താ, 2 ദിവസം കഴിഞ്ഞാൽ കൗൺസിൽ വരുന്നുണ്ട്. അപ്പൊ കൗൺസിലിൽ സക്കരിയ സലാഹിനെ എന്തിനാ പുറത്താക്കി ചോദിക്കൂലേ? കാരണം ശിർക്കിലേക്ക് പോയി പറ്റ ശിർക്കിലെത്തിന്ന് ധരിപ്പിക്കാനുള്ള സൂപ്പർ സ്റ്റാർ അഭിനേതാവാ. ചീറേണ്ടടുത്ത് ചീറും, കരയേണ്ടടുത്ത് കരയും. ഇവിടെ വന്ന് കരഞ്ഞിക്കുക. ഇവിടുന്ന് കല്ലിക്കണ്ടിക്കാരൊക്കെ പറയാത്രേ, ആ മനുഷ്യന്റെ വാക്ക് കേട്ട എന്തോരാള് ആ സാധനപ്പത് കടലുകള്. ഇങ്ങനത്തെ ഒരുപാട് ചീറലുണ്ട്. അതൊന്നും പെടാവിടെ സമയമല്ല സുഹൃത്തുക്കളെ. ഇതെല്ലാം ഒരു നാടക ഇയാൾക്ക്. കണ്ടോ, ഇയാള് 2009 പറഞ്ഞ അതേ മറുപടിയിൽ ഉറച്ചു നിൽക്കണം എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് കള്ള ഹദീസും പിടിച്ച കള്ളത്തരം പറഞ്ഞ മുവഹിദുകളെ ശിർക്കിലേക്ക് നയിക്കാണ്. മരുഭൂമി ചെന്നിട്ട് ജിന്നിനെ വിളിക്കാൻ വേണ്ടി ആരാ പറഞ്ഞത്? മരുഭൂമി ചെന്നിട്ട് ജിന്നിനെ വിളിക്കണം എന്ന് ആരാണ് ഈ ഹദീസ് തെളിവാക്കിയത്? ഒരാളവർക്ക് തെളിയിക്കാൻ പറ്റുമോ? പച്ച കളവ്. ജാമ്യയുടെ ക്യാമ്പ്, ജാമ്യ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുമ്പോ കേന്ദ്രവിന്റെ സംസ്ഥാന സ്ഥാപനല്ലേ, റമദാനിലുള്ള സക്കാത്ത് കൂടി പോയി വൈക്ക് കിടക്കട്ടെ. ഈ ജാതി ഗ്രൂപ്പ് പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന കേന്ദ്ര അയാൾക്ക് ഇഷ്ടമില്ലാത്തവരൊക്കെ പുറത്താക്കുക, ഇഷ്ടമുള്ളവരൊക്കെ അകത്താക്കുക, അതാ പണി. അതുകൊണ്ട് സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഇത് മാത്രമാണോ? 2007 ഏപ്രിൽ മാസത്തിൽ അബ്ദുൽ ജബ്ബാർ മൗലവി ഇസ്ലാഹ് മാസികയിൽ എഴുതിയ ലേഖനം, ആ ലേഖനം അതിപ്പോ നേരത്തെയുള്ള സലഫിന്റെ ആ ക്ലിപ്പിൽ അതുകൊണ്ട് സമയമില്ലാത്തോണ്ട് നിൽക്കണ്ട. ഇസ്ലാഹിൽ എഴുതിയതിൽ അത് അന്ന് തന്നെ അതിന്റെ തിരുത്തും വന്നിട്ടുണ്ട്, ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഇസ്ലാഹിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇവർ വിവാദം ഉയർത്തുന്നുണ്ട്. എന്നാ സുഹൃത്തുക്കളെ, അബ്ദുൽ ജബ്ബാർ മൗലവി മുശ്രിക്കാണെന്നും അദ്ദേഹം എഴുതിയത് ശിർക്കാണെന്നും ഇന്ന് പറഞ്ഞു നടക്കുന്ന അനീഫ കായക്കൊടിയും കൂട്ടരും, അവർ തന്നെ അനീഫയും അനസും തന്നെ ജബ്ബാർ മൗലവിയെ ആലപ്പുഴയിലുള്ള ചന്ദിരൂരിൽ കൊണ്ടുപോയി 2011 ഇതാ മൗലവിയുള്ള ഈ സദസ്സിൽ വെച്ച് പറയുന്നു ഇസ്ലാഹിലുള്ളത് ശിർക്കല്ല. കേട്ടോളൂ. മൗലവിയുടെ വാചകത്തെ സന്ദർഭത്തിൽ നടത്തി മാറ്റി ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അതേ ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിരിക്കുന്നു. ജിന്നുകളോട് സഹായം തേടാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിരിക്കുന്നു. അതിന് ജബ്ബാർ മൗലവി അനുവാദം കൊടുത്തിരിക്കുന്നു എന്ന പച്ചക്കള്ളം ഈ നാട് നീളെ പ്രചരിപ്പിക്കുകയാണ്. ജബ്ബാർ മൗലവിയുള്ള ഈ സദസ്സിൽ ജബ്ബാർ മൗലവി സാക്ഷി നിർത്തിക്കൊണ്ട്
ആ വാദത്തിന് മറുപടി പറയുന്നു, ഒരിക്കലും അങ്ങനെ ഒരു വാദം മുജാഹിദ് പ്രസ്ഥാനം അവതരിപ്പിച്ചിട്ടില്ല, അവതരിപ്പിക്കുകയുമില്ല. കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതിനെ ദുർവ്യാഖ്യാനിക്കുന്നവർ ദുരുദ്ദേശത്തോടെ ഈ പ്രസ്ഥാനത്തെ നോക്കിക്കാണുന്നവർ മാത്രമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണമെന്നാണ് ഈ സന്ദർഭത്തിൽ ചുരുക്കി സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പ്രബോധനത്തിന്റെ മുഴുവൻ മേഖലകളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ ഒരു വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ദുർവ്യാഖ്യാനത്തിന്റെ ആഴമാണ് നമുക്കിപ്പോൾ മനസ്സിലായിരിക്കുന്നത്. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന ഈ ആദർശം മുജാഹിദുകൾ പറയുന്നതിന്റെ പ്രാധാന്യവും അതിന്റെ അനിവാര്യതയും ഇവിടെ വിശദീകരിക്കപ്പെട്ടു. കണ്ടോ, ജബ്ബാർ മൗലവിയെ കൊണ്ടോട്ടിന്ന് ആലപ്പുഴ ചന്ദരൂരിൽ കൊണ്ടുപോയി 2011 മെയ് മാസം 21-ാം തീയതി ഇസ്തിഖാമ എന്ന പേരിൽ പരിപാടി നടത്തിയിട്ട് മൗലവിനെ സ്റ്റേജിലിരുത്തിയിട്ട് പറയാണ് ഇതിൽ ശിർക്കില്ല, ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്നോ ജിന്നോട് സഹായം തേടാമെന്നോ വാദം ഇതിലില്ല. മൗലവിയെ സ്റ്റേജിലിരുത്തിക്കൊണ്ട് ഞങ്ങൾ ഇതാ